ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങൾ സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ടോ എന്ന് കൃത്യമായും നോക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണിത്. വേദപുസ്തകം വായിക്കുന്നവർ എന്നെ വളരെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കണം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ഇതിന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവും തീയും. മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് അഗ്നി അഭിഷേകം. അങ്ങനെ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഗ്നി അഭിഷേകം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, നിങ്ങൾ ഏസാ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാര്യം നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എങ്കിലും ഞാനങ്ങ് ഇമാജിൻ ചെയ്യുകയാണ്. കൂടുതൽ ആളുകളും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ തീയ്, ഹോളി സ്പിരിറ്റും തീയും. പരിശുദ്ധാത്മാവാകുന്ന തീ. എനിക്ക് ആ പദങ്ങളൊന്നും അത്രയും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. എങ്കിലും ദൈവവചനത്തിലൂടെ അതിന്റെ കാര്യം ഒന്ന് പറയാം. ഞാന് എന്നെ 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. ആരംഭമായിട്ട് ഈ വിഷയം നമ്മൾ വിശദീകരിക്കാനായിട്ട് പോകുന്നത് ചില വാക്യങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാമോ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി, നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം. ഒന്ന് എല്ലാവരും ഒന്ന് എടുക്കാമോ? മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആദ്യം 7-ാമത്തെ വാക്യം, 3:7. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞും ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് 10-11 വാക്യം, 10-11-12 വാക്യം ഒന്ന് വായിക്കാമോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാരി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. 12-ാം വാക്യം, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരി കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മതി, ഞാൻ അല്പം വിശദമായിട്ടൊന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പറയാൻ പോവുകയാണ്. ഇവിടുത്തെ വാക്കുകൾ യോഹന്നാൻ സ്നാപകന്റെ പ്രഭാഷണമാണ്. മാത്യു ചാപ്റ്റർ 3, യോഹന്നാൻ സ്നാപകന്റെ പ്രഭാഷണം. യേശു പറയുന്നതല്ല, യോഹന്നാൻ പറയുന്നതാണ്. അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്നാണ് വായിച്ചത്. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഈ കാര്യം, ഈ പരിശുദ്ധാത്മാവിലും തീയിലും എന്ന ഇത് റിപ്പീറ്റ് ചെയ്ത്, അത് ഇവിടെയാണ് ആളുകൾ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും രണ്ടും ഒന്നാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരാം. രണ്ടും ഒന്നാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഇവിടെ പ്ലെയിൻ ആയിട്ട് വായിച്ചാൽ തന്നെ അറിയാം, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും രണ്ടായിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് തന്നെ. ആ ലാംഗ്വേജിന്റെ സ്റ്റൈൽ നോക്കിയാൽ മതി, അതിന്റെ ആ യൂസേജ് രണ്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും ഞാൻ വിവരിക്കുന്നതിന് മുമ്പ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് വിവരിക്കാം. 10-ാം വാക്യം തീരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? തീയിലിട്ട് കളയുന്നു. ഒരു വാക്ക് കണ്ടോ? തീ, അത് ന്യായവിധിയെ കാണിക്കുന്നത്. ആ വാക്യം 10-ാം വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ നല്ല ഫലം കായ്ക്കാത്തതിനെയെല്ലാം തീയിൽ ഇട്ട് കളയുന്നു. ഇനി 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നിങ്ങൾ കണ്ടോ? പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു. ഇനി അടുത്തൊരു വാക്ക്
ഇനി അവിടെ തീ കൊണ്ടുള്ള സ്നാനം 3 വാക്യത്തിനകത്ത് തീയ 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 എന്ന് കാണാം. 3 വാക്യത്തിനകത്ത് തീ എന്ന് കാണാം. യോഹന്നാൻ ഈ പ്രഭാഷണം പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന ഈ പ്രഭാഷണം മത്തായി സുവിശേഷത്തിനകത്തും മർക്കോസിന്റെ സുവിശേഷത്തിനകത്തും ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തും യോഹന്നാന്റെ സുവിശേഷത്തിനകത്തും ഉണ്ട്. 3 ഉണ്ട്. ഞാൻ വാക്യം റെഫർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു തരാം. വാക്യം പറയാം. ഇവിടെ മത്തായി 3:11, മർക്കോസ് 1:8. മർക്കോസിനകത്ത് തീ കൊണ്ടുള്ള സ്നാനം പറയുന്നില്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം മാത്രമേ പറയുന്നുള്ളൂ. 1:8. ലൂക്കോസ് 3:16. ലൂക്കോസ് 3:16 പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. യോഹന്നാൻ 1:33 അവിടെയും തീ കൊണ്ടുള്ള സ്നാനത്തിന്റെ കാര്യം പറയുന്നില്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ മത്തായി 3, മർക്കോസ് 1, ലൂക്കോസ് 3, യോഹന്നാൻ 1, ഈ 4 സുവിശേഷകന്മാരിൽ മത്തായിയും ലൂക്കോസുമാണ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ മർക്കോസ് എഴുതിയപ്പോഴും യോഹന്നാൻ എഴുതിയപ്പോഴും തീ കൊണ്ടുള്ള സ്നാനവും ന്യായവിധി പറയുന്നതും അവര് രണ്ടുപേരും എഴുതിയിട്ടില്ല. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം, എനിക്ക് അതെല്ലാം വായിച്ച് വിവരിക്കാൻ സമയമില്ല. മർക്കോസും യോഹന്നാനും തീ കൊണ്ടുള്ള സ്നാനവും പറഞ്ഞിട്ടില്ല. മത്തായിയും ലൂക്കോസും പറഞ്ഞ പോലെ ഫലം കായ്ക്കാത്തതിനെ തീയിലിട്ട് ചുട്ടുകളയുന്ന കാര്യവും പറഞ്ഞിട്ടില്ല. മത്തായി 2 സ്നാനത്തെ പറ്റി പറഞ്ഞു, ലൂക്കോസ് 2 സ്നാനത്തെ പറ്റി പറഞ്ഞു, മർക്കോസും യോഹന്നാനും 1 സ്നാനത്തെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം അവിടെ ഉണ്ടാകും. ഇനിയും ഇവിടെ നമ്മൾ വായിച്ചൊരു വാക്ക് കണ്ടോ, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. 2 കാര്യം ഒരുമിച്ച് പറഞ്ഞേക്കുകയാണ്. ഇത് വേദപുസ്തകത്തിന്റെ ആ എഴുത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ 2-3 വാക്യം കാണിച്ചു തരാം. നമുക്കറിയാവുന്ന ഒരു വാക്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഞാൻ പറയാം. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നൊരു വാക്യമുണ്ട്, ഇല്ലേ? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം. ഇനി എന്റെ ഒരു ചോദ്യം, ഇത് ഒരുമിച്ച് നടക്കുന്ന സംഭവമാണോ രണ്ടായിട്ട് നടക്കുന്ന സംഭവമാണോ? നിങ്ങൾ പറഞ്ഞു 2ആണ്. പക്ഷെ എഴുതിയേക്കുന്നത് എങ്ങനെ? ഒരുമിച്ചാണ്. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേറ്റ് വരും. ഒരുമിച്ച് എഴുതിയേക്കുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ സമയത്തിന്റെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്, മറ്റു വാക്യങ്ങൾ പഠിച്ചാൽ. ഇനിയും നിങ്ങൾ എന്നോട് ഒപ്പം ഒന്ന് ഒരുമിച്ച് വന്നേ. ഇത് അരമണിക്കൂർ കൊണ്ട് തീരുമെന്നറിയത്തില്ല, തീർക്കാം. നോക്കിയേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം ഞാൻ തന്നെ വായിക്കാം പെട്ടെന്ന്. 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എല്ലാവരും നോക്കണം. യെശയ്യാവ് ഐസയാ 61:1 അവിടെ പറയുന്ന വാക്ക് കണ്ടോ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്ന് പറഞ്ഞ വാക്യം പോകുക. അവിടുത്തെ 2 കാര്യം കേട്ടോ, കുരുടന്മാർക്ക് കാഴ്ച, ബദ്ധന്മാർക്ക് വിടുതൽ, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുക, യഹോവയുടെ പ്രസാദ വർഷം ഘോഷിക്കുക, എന്നിട്ട് ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുക. വാക്ക് കണ്ടല്ലോ, ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുക. ഈ കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് നസ്രയത്തിലെ പള്ളിയിൽ പ്രസംഗിക്കാൻ നേരത്തെടുത്ത വാക്യം. ലൂക്കോസ് 4-ന്റെ-18 വാക്യം. യെശയ്യാവ് 61-ന്റെ 1-ാം വാക്യമാണ് യേശു പ്രസംഗിക്കുന്നത്. ആദ്യത്തെ യേശുവിന്റെ പ്രസംഗമാണ്. നസ്രയത്ത് മാനിഫെസ്റ്റോ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടുത്തെ വാക്കുകൾ നോക്കിയേ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിച്ചടിക്കുക, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. വാക്യം കണ്ടോ? എന്നാൽ പ്രതികാര ദിവസത്തെ പറ്റി അവിടെ ഉണ്ടോ? നിങ്ങൾ നോക്കിയേ, ഇല്ല.
ലൂക്കോസ് 4:18 പ്രതികാര ദിവസം ഉണ്ടോ? പ്രതികാര ദിവസം ഇല്ല. എന്നാൽ യെശയ്യാവ് 61:1 എന്തോ ഉണ്ട്? പ്രതികാര ദിവസം ഉണ്ട്. പ്രതികാര ദിവസം ഉണ്ട്. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ യേശുവിന്റെ കാലത്ത് നടക്കാൻ പോകുന്ന ശുശ്രൂഷയും ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രതികാരത്തിന്റെ കാര്യവും യെശയ്യാവ് ഒരുമിച്ചാണ് എഴുതിയത്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? ഒരുമിച്ചാണ് എഴുതിയത്. യേശു അത് എടുത്തു പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞില്ല, ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. ഇനിയും എനിക്ക് 2-3 ഉദാഹരണം കാണിക്കാൻ പറ്റും. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഹോശേയ, യോവേൽ, ആമോസ്, അറിയാമല്ലോ അല്ലെ? ഹോശേയ, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് 28 മുതൽ 30 വരെ വായിച്ചാൽ അവിടെ സകല ജഡത്തിന്മേലെ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ 30-ാമത്തെ വാക്യം, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. വാക്യം കണ്ടല്ലോ. ഇനി എന്റെ ചോദ്യം, ഈ വാക്യം തന്നെയാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നത്, റൈറ്റ്? ഈ വാക്യം തന്നെയാണ്. പക്ഷെ പത്രോസ് പ്രസംഗിക്കാൻ നേരത്ത് ഈ വാക്യങ്ങൾ അതുപോലെ കോട്ട് ചെയ്തെങ്കിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ആദ്യ ഭാഗം മാത്രമേ നടക്കുന്നുള്ളൂ. ശരിയാണോ? പരിശുദ്ധാത്മാവ് മേൽ വരുന്നു, ആ ഭാഗമേ നടക്കുന്നുള്ളൂ. രക്തവും തീയും പുകത്തൂണും ഒന്നും ആകുന്നതൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ യെശയ്യാവ് 2 കാര്യം പറഞ്ഞു, പക്ഷെ ഒരു കാര്യമാണ് യേശു എടുത്തു പറഞ്ഞത്. ദാനിയേൽ 2 ഉയർപ്പിനെ പറ്റി പറഞ്ഞു, പക്ഷെ 2 സമയത്താണ് നടക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഉദ്ധരണി പത്രോസ് അതുപോലെ പറയുന്നെങ്കിലും 2 കാര്യം ഒരുമിച്ച് നടക്കുന്നില്ല. അതിന്റെ ആദ്യ ഭാഗമാണ് നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ 2 കാലങ്ങളിൽ നടക്കുന്ന വസ്തുതകൾ ഒരുമിച്ചു പറയുന്നത് വേദപുസ്തകത്തിന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? എല്ലാവർക്കും കിട്ടിയല്ലോ? സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ഇനിയും തെളിവ് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. ഇത് 2 കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യം ഒരുമിച്ച് പറയും. ഇതുപോലെ തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാന് എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ യോഗ്യനല്ല. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു. ഇതും ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇതും ഒരുമിച്ച് നടക്കുന്ന കാര്യമല്ല, 2 സമയത്ത് നടക്കുന്ന കാര്യമാണ്. മത്തായി 3-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ, ഞാനിപ്പോ കാണിച്ചു തന്നിരുന്നു, അവിടെ തീയ എന്നാവർത്തിക്കുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയും ഫലമില്ലാത്ത പതിരിനെയും കത്തിച്ചു കളയുന്ന ന്യായവിധി പറയാനായിട്ടാണ് മത്തായി 3-ൽ തീ എന്ന കാര്യം യോഹന്നാൻ പറയുന്നത്. ശരിയാണോ? ശ്രദ്ധയോടെ വായിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരെങ്കിലും എഴുതിയ ഒരു പുസ്തകം ഞാൻ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ എന്തോ ഒരു പ്രയാസമായിരിക്കും നിങ്ങൾക്ക്. ഇതുപോലെ തന്നെയല്ലേ തമ്പുരാൻ എഴുതി തന്ന പുസ്തകം നമുക്ക് സൗകര്യമുള്ള പോലെ വ്യാഖ്യാനിച്ചാൽ? അതുകൊണ്ട് നിങ്ങൾ അത്രയും കാര്യം ആ ഓർഡറിൽ വരണം. ഇനിയും നോക്കി, തീ എന്ന വാക്ക്, അഗ്നി എന്ന വാക്ക് ഏത് കാലഘട്ടത്തിലും കേൾക്കുമ്പം മനുഷ്യന് എരിവാണ് അല്ലെ? അഗ്നിനാവ് എന്ന് കേട്ടാൽ നമുക്കൊരു എരിവാണ്. അതുപോലെ ജ്വലിക്കുക, കത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഉത്തേജനമാണ് ആ പദമൊക്കെ കേൾക്കുന്നത്. അതുപോലെ തന്നെ അഗ്നി അഭിഷേകം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ ഇടയിൽ ഇല്ല, ആരും പറയാറില്ല. പക്ഷെ ആ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയുക, അങ്ങനെ ഒരു വാക്ക് തിരുവെഴുത്തിനകത്തുണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ആവർത്തിച്ച് നമ്മളത് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കുന്നത് അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിനകത്ത് ഉണ്ടെന്നാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിനകത്തില്ല.
അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതുപോലെ ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഈ അഗ്നി പരിശുദ്ധാത്മാവിനെ തീയോട് സാദൃശ്യപ്പെടുത്താൻ എടുക്കുന്ന 2 വാക്യങ്ങളാണ് യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിലും തീയിലും എന്ന വാക്കും നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്തെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നതും കേട്ടല്ലോ, പതിഞ്ഞു എന്നതും. ഇനിയും ഈ യോഹന്നാൻ പറഞ്ഞ, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, യോഹന്നാൻ പറഞ്ഞ് ഈ കാര്യം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ വലിയ വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ പറയുന്നത്. യോഹന്നാൻ മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു, 2 ഉള്ളവനെല്ലാം 1 കൊടുക്കണമെന്ന്. അതാരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. അത് ആ പരിസരത്ത് തന്നെ വായിച്ചാലുണ്ട്, അത് നമ്മൾ പറയില്ല. എന്നാൽ ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് കേൾക്കാം. എന്നാലും നോക്കിയേ, ഹോളി സ്പിരിറ്റിനാലും തീയാലും 2 കാര്യം പറഞ്ഞേക്കാണ്. പല കാലഘട്ടത്തിൽ നടക്കുന്ന 2 കാര്യം ഒരുമിച്ച് ഒരേ വാചകത്തിൽ ഒരേ വരിയിൽ പറയുന്ന ആ എഴുത്ത് സ്റ്റൈലും തിരുവെഴുത്തിനകത്തുണ്ട്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് നോക്കിയാൽ തീ അവിടെ ഇറങ്ങിയോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. ഞാൻ വായിച്ചേൽപ്പിക്കാം. തീ അവിടെ ഇറങ്ങിയോ എന്ന് എല്ലാവരും, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഞാൻ 2 ചോദ്യം മാത്രം അവിടുന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊന്ന് മറുപടി പറയണം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. എന്റെ ചോദ്യം, കാറ്റാണോ ഉണ്ടായത്, മുഴക്കമാണോ ഉണ്ടായത്? പറഞ്ഞ ഉത്തരം. കാറ്റുണ്ടായോ അതോ മുഴക്കം ഉണ്ടായോ? വാക്യം 2. ഒന്ന് വായിച്ചേ. കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് കാറ്റുണ്ടായില്ല, മുഴക്കമാണ് ഉണ്ടായത്. കാറ്റുണ്ടായില്ലല്ലോ വാക്യത്തിൽ, കാറ്റുണ്ടായിട്ടില്ല, മുഴക്കമാണ് ഉണ്ടായത്. ഇനിയും അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു, ആ മുഴക്കം നിറച്ചു. എന്നിട്ട് 3-ാം വാക്യം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 2-ാമത്തെ ചോദ്യം, പ്രത്യക്ഷമായത് നാവാണോ അതോ തീയാണോ? ശ്രദ്ധിച്ചു വായിച്ചിട്ട് പറഞ്ഞാൽ മതി. പ്രത്യക്ഷമായത്, ആദ്യത്തെ ചോദ്യം കാറ്റാണോ ഉണ്ടായത്, മുഴക്കമാണോ ഉണ്ടായത്? വായനയിൽ പറഞ്ഞു മുഴക്കമാണ് ഉണ്ടായത്. അടുത്ത വാക്യം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്, അല്ലെങ്കിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്റെ ചോദ്യം, പ്രത്യക്ഷമായത് നാവാണോ അതോ തീയാണോ? വാക്യം തന്നെ നോക്കിക്കോളൂ. നാവ് പ്രത്യക്ഷമായെന്നാണ് വായിക്കുന്നത്, തീ പ്രത്യക്ഷമായെന്ന് വായിക്കുന്നില്ല. ശ്രദ്ധിച്ചോ, തീ പ്രത്യക്ഷമായെന്നേ വാക്കിയില്ല. പിന്നെ അവിടെ എഴുതിയേക്കുന്ന എന്നാന്നറിയാമോ? പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ നാവിന്റെ ഷെയ്പ്പാണ് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. അങ്ങനെ തന്നെയാണോ? അഗ്നി പ്രത്യക്ഷമായെന്നില്ല, അഗ്നിയുടെ കളറും പ്രത്യക്ഷമായെന്നില്ല, തീജ്വാലയും പ്രത്യക്ഷമായെന്നില്ല. നാവ് അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആ നാവിന്റെ ഷെയ്പ്പ് എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് കണ്ടപ്പോൾ അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന പോലെ തോന്നി. വീട്ടിലെല്ലായിടത്തും, അരിസോണയെ കാണുകയല്ല, സിയാറ്റിൽ എല്ലാ വീട്ടിലും ഫയർ പ്ലേസ് ഉണ്ടല്ലോ. ഫയർ പ്ലേസിനകത്ത് തീ കത്തിക്കുമ്പോൾ എങ്ങനെയാ? സ്ക്വയർ ആയിട്ടാണോ തീ കത്തുന്നത്? ഏതെങ്കിലും വീട്ടിൽ സ്ക്വയർ ആയിട്ട് തീ കത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ? നാളങ്ങളായിട്ടാണ് കത്തുന്നത്. റൈറ്റ്? നാളങ്ങൾ, അങ്ങനല്ലേ മലയാളത്തിൽ പറയണ്ടേ? നാളങ്ങളായിട്ടാണ് കത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്യം കണ്ടോ, അഗ്നിജ്വാല പ്രത്യക്ഷമായെന്നല്ല, നാവ് പ്രത്യക്ഷമായ നാവിന്റെ ഷെയ്പ്പാണ് അഗ്നിജ്വാല പോലെ പിളർന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കണ്ട സ്ക്വയർ ആയിട്ടല്ല, ആ നാവിന്റെ ഷെയ്പ്പ് പറയുക, തീ കത്തിയാൽ അതിന്റെ ജ്വാല പിളർന്നിരിക്കുന്ന പോലത്തെ ഒരു ഷെയ്പ്പായിരുന്നു ഞങ്ങളുടെ മേൽ പതിഞ്ഞ ഞങ്ങളുടെ മേൽ പതിഞ്ഞ നാവിന്റെ ഷെയ്പ്പ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ തീ വന്നു, തീനാവ് പതിഞ്ഞെന്നൊക്കെ പറഞ്ഞ മണ്ടത്തരമല്ലേ?
ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് പെന്തക്കോസുകാരല്ല കേട്ടോ, ഈ കരസ്മാറ്റിക് മൂവ്മെന്റുകളാണ്. എന്നിട്ട് തീ 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 എന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് തീയെന്നോ തീജ്വാലയെന്നോ തീജ്വാലയുടെ കളറെന്നോ ഒന്നും ബാക്കിയില്ല. വാക്യം വെരി ക്ലിയർ ആണ്. അഗ്നിജ്വാലയെ പോലെ പിളർന്നിരിക്കുന്ന നാവ് അവരുടെ മേൽ പ്രത്യക്ഷമായി. അതുകൊണ്ട് സ്ത്രീ പ്രത്യക്ഷമായി എന്ന് വരുന്ന ഒരു വാചകം പോലും, തീയുടെ കളറ് എന്ന് പറയുന്ന ഒരു വാക്കുപോലും ആ പാസേജിനകത്തില്ല. അഗ്നിജ്വാല പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു എന്നല്ല വാക്യം, അഗ്നിജ്വാലയുടെ നാളങ്ങൾ പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞെന്നാണ്. അതുകൊണ്ട് ഐപ്പിക്കോസിന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും പരിശുദ്ധാത്മാവിനെ തീയായിട്ട് നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്തോ പുതിയ നിയമത്തിലെ ഒരു പാസേജിനകത്തോ വാക്യമില്ല. ഇനി നമുക്ക് ഞാൻ ബഹുമാനിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ ചേസ് ജോസഫ്. നിങ്ങൾ ചിലരെങ്കിലും കേട്ടോ, അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ട്, ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് തീ 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 എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ തീ എന്ന് പറഞ്ഞാൽ ഒരു എരിവുണ്ടാവുള്ളൂ. എന്നാൽ കേട്ടോ, അങ്ങനൊരു കാര്യം പുസ്തകത്തിനകത്തില്ല. ഇനിയും ഇവിടെ നടന്നത് യോഹന്നാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇവിടെ നടന്നത് തീ കൊണ്ടുള്ള സ്നാനമല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ് എന്നതിന് മറ്റൊരു തെളിവ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 1:5 എന്നെ ഒന്ന് വായിച്ചത് വായിക്കാമോ പെട്ടെന്ന്? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം കേട്ടോ, ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇവിടെ കർത്താവ് യോഹന്നാൻ പറഞ്ഞ കാര്യം എടുത്തു പറഞ്ഞപ്പോ എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പ് തീ കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന് പറയാഞ്ഞേ? യേശുവിന് തെറ്റുപറ്റിയതാണോ? അല്ല. കർത്താവ് അല്ലെങ്കിൽ നസ്രയത്തിലെ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ യെശയ്യാവ് 61:1 എടുത്തു പറഞ്ഞപ്പോൾ യഹോവയുടെ പ്രതികാര ദിവസം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് ആ ഭാഗം പറയാതെ ഇപ്പോൾ നടക്കുന്ന കാര്യം മാത്രം പറഞ്ഞ നമ്മുടെ കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും എന്ന 2 കാര്യം പറയാതെ ഭാവിയിൽ നടക്കുന്ന ന്യായവിധിയാകുന്ന തീയുടെ കാര്യം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അവരുടെ മേൽ വരുന്ന പരിശുദ്ധാത്മ സ്നാനത്തെ പറ്റി മാത്രമേ യേശു പറഞ്ഞുള്ളൂ. ക്ലിയറാണോ? എന്ത് വിശദീകരണം വേണേലും എന്നോട് ചോദിക്കണം. ഞാന് ഇത് ഒരിക്കലും നമ്മുടെ കൂട്ടായ്മയിൽ പറയണമെന്ന് ഓർത്തല്ല, പക്ഷെ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് എൻ്റെ ഹൃദയത്തിന് അല്പം പ്രയാസമുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കോമൺ മീറ്റിങ്ങിന് കയറുമ്പം എന്നെ കാണുമ്പം ഈ പ്രൊഫൈൽ പിക്ചർ ചിലർ തീയുടെ ഒക്കെ ആക്കുക. കാര്യം അവർ ചിന്തിച്ചേക്കുന്നത് ഞാൻ ഇതിനെതിരാണെന്ന. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളാരും വഞ്ചിക്കപ്പെടരുത്. ഈ ഇല്ലാത്ത കാര്യം തീ എന്ന് എന്തിനാ പറയുന്നത്? ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? ഇനി ഇവിടെ നോക്കിയ 1:5 തീ കൊണ്ടുള്ള സ്നാനമാണ്. 2-ാം അധ്യായത്തിനകത്ത് തീയും വന്നില്ല, തീയുടെ കളറും വന്നില്ല, തീനാവും വന്നില്ല, അഗ്നി നാളങ്ങളും വന്നിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനിയും 2-ാം അധ്യായത്തിനകത്ത് ആത്മസ്നാനം മാത്രമേ നടന്നുള്ളൂ എന്നതിന്റെ തെളിവ് എന്താ? അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് തെളിവ് കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്. തീ കൊണ്ടുള്ള സ്നാനമല്ല, ആത്മസ്നാനമേ നടന്നുള്ളൂ എന്നതിന്റെ തെളിവ് 11:16 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 11:16 അപ്പോൾ പത്രോസ് 11:16 യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ഇതേത് വാക്യവാ? അപ്പോസ്തലപ്രവൃത്തി 1:5 പത്രോസ് എടുത്തു പറയുകയാണ് 11:16. എന്താ ഇവിടെ ഈ പറയുന്നതിന്റെ കോണ്ടക്സ്റ്റ് എന്നറിയാമോ? കൊർന്നല്യോസിന്റെ വീട്ടിൽ
അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട കാര്യം, ആത്മസ്നാനം പ്രാപിച്ച കാര്യം യെരൂശലേമിലുള്ള യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ അവരോട് വിശദീകരിച്ച് പറയുകയാണ്. അവരുടെ മേൽ അത് വന്നപ്പോൾ പത്രോസ് ഓർത്ത കാര്യം പറയുക. ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞു നടക്കുന്ന കാര്യമാണ് ഇത് കേട്ടോ. ഏകദേശം 10 വർഷത്തോളം, അല്ലെങ്കിൽ മിനിമം ഒരു 8-9 വർഷത്തോളം കഴിഞ്ഞു നടക്കുന്ന കാര്യമാണ്. കൊർന്നെല്ലിയോസിന്റെ വീട്ടിൽ അവരുടെ മേൽ ദൈവാത്മാവ് വന്ന കാര്യം യഹൂദന്മാരായ വിശ്വാസികളോട് പത്രോസ് പറയുമ്പോൾ, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് പറയുക, ആദിയിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് നമ്മുടെ മേൽ, ആ വാക്യം കണ്ടോ, ആദിയിൽ നമ്മുടെ മേൽ, 15-ാമത്തെ വാക്യം, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ആദിയിൽ പത്രോസിന്റെ മേൽ വന്നത് എവിടെ വെച്ചാ? ആക്ട്സ് ചാപ്റ്റർ 2 അല്ലേ? ആ വന്നപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. ഏതാ ഓർത്തത്? കർത്താവ് ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന കാര്യം പത്രോസ് ഓർത്തു. ഈ 2 തെളിവിന്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അഗ്നി അഭിഷേകം അല്ല നടന്നത്, ആത്മസ്നാനം മാത്രമാണ് നടന്നത്. വെരി ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് ദയവായി ഈ വചന പഠനം കേൾക്കുന്ന ആരും വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പറയരുത്. ഈ പുസ്തകം, ഇതിന്റെ ഓണർ നമ്മളല്ല, നമ്മൾ വെറും ഗ്രഹവിചാരകന്മാർ മാത്രമാണ്. എഴുതിയിരിക്കുന്നത് മാത്രം പറയാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ടബിളാണ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് അപ്പൊ ഇനിയും ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തിട്ടാണ് അഗ്നി അഭിഷേകം എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ അഭിഷേകം എന്നൊരു വാക്ക് പോലും 2-ാം അധ്യായത്തിനകത്തില്ല. അഭിഷേകം ഒന്നെങ്കിൽ ഒഴിക്കണം തൈലം, അല്ലെങ്കിൽ തളിക്കണം. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒഴിക്കലും തളിക്കലും അല്ല നടന്നത്, ആത്മസ്നാനമാണ് നടന്നത്. ക്ലിയർ ആണോ സന്ദേശം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിന്റെ ഭാരമാണ്, ഇതാണ് സത്യം. ഞാൻ ഈ സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് പറഞ്ഞതിന്റെ കട്ടിങ് ലക്ഷക്കണക്കിന് ഇങ്ങനെ ആളുകളിലേക്ക് ചെല്ലുകയും അതിന്റെ പരിണിതഫലം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ഇതല്ലേ നിങ്ങൾ പറ, ഇതല്ലേ സത്യം? വേദപുസ്തകത്തിൽ ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? മറ്റൊരിടത്തു പോലും ഇന്നത്തെ വചനവിരുദ്ധത പ്രസംഗിക്കുന്ന ആളുകൾ പറയുന്നതിനെ സാധൂകരിക്കാൻ തിരുവെഴുത്തിൽ ഒരു റഫറൻസ് പോലും ഇല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തീയോട് സാദൃശ്യപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനാലും തീയാലുമുള്ള സ്നാനം എന്നത്, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം സഭയ്ക്കും, തീ കൊണ്ടുള്ള സ്നാനം ഫലം കായ്ക്കാത്ത വൃക്ഷം റെപ്രസെന്റ് ചെയ്യുന്ന യേശുവിനെ അംഗീകരിക്കാത്ത ജാതികൾക്കും ഉള്ളതാണെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അത് അഗ്നി അഭിഷേകമല്ല, അഗ്നി കൊണ്ടുള്ള സ്നാനമാണ്. അത് നിത്യശിക്ഷാവിധിയാണ്, നരകമാണ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ശമരിയിലേക്ക് പോയ ശിഷ്യന്മാരെ യേശു മുന്നമേ അയച്ചിട്ട് കർത്താവ് പിന്നാലെ എന്നപ്പോൾ അവർക്കെതിരെ ആ പട്ടണക്കാരിളകിയപ്പോൾ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 9:51 വായിക്കുന്നത്, യോഹന്നാനും പത്രോസും ഒക്കെ പറഞ്ഞു, യോഹന്നാനും പത്രോസും ആണെന്ന് എന്റെ ഓർമ്മ, ഇവരുടെ മേൽ തീ ഇറക്കണേ എന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞു എന്നാന്നറിയാമോ? നിങ്ങൾ ഏതാത്മാവിന് അധീന. അങ്ങനെങ്കിൽ ഈ തീ ഇറക്കണം എന്ന് പറയുന്നവരോട് എന്റെ ചോദ്യം, നിങ്ങൾ ഏതാത്മാവിന് അധീന? ഹോളി സ്പിരിറ്റിന് അങ്ങനെ ഒരു സാദൃശ്യം ഇല്ല, തീയോട് സാദൃശ്യപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മസ്നാനമാണ് നടന്നത്, തീ കൊണ്ടുള്ള സ്നാനം അല്ല നടന്നത്. 2
തെളിവ് നമ്മൾ കണ്ടു. യോഹന്നാൻ പറഞ്ഞത് 2 കാലഘട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് യേശു അത് എടുത്തു പറഞ്ഞപ്പോൾ 2 കാര്യം പറഞ്ഞില്ല, 1 കാര്യമേ പറഞ്ഞുള്ളൂ. യെശയ്യാവ് പറഞ്ഞത് 2 കാലഘട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ്. യേശു അത് എടുത്തു പറഞ്ഞപ്പോൾ 61-ന്റെ 1 മാത്രമേ പറഞ്ഞുള്ളൂ. സെക്കൻഡ് പാർട്ട് യേശു പറഞ്ഞില്ല. ഇത് വേദപുസ്തകത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതയാണ്. ഒറ്റ വാചകത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പല അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി കാണും. ദൂതന്മാരുടെ കാവലോ, അഗ്നി എന്താ പറയുക, മതിൽ പോലെ ദൈവം ഇറങ്ങി നിന്നതോ, അതൊക്കെ ആരുടെ അനുഭവത്തെ ഞാൻ ഖണ്ഡിക്കാനായിട്ടില്ല. പക്ഷേ തിരുവെഴുത്തിനകത്ത് അങ്ങനെ ഒരു സാദൃശ്യമില്ല എന്നത് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി 2-ാം അധ്യായം വായിക്കുമ്പോൾ 2 ചോദ്യം. കാറ്റാണോ കേട്ടത്, മുഴക്കമാണോ കേട്ടത്? കാറ്റല്ല, മുഴക്കമാ. 2, നാവാണോ കണ്ടത്, തീയാണോ കണ്ടത്? നാവാണ് കണ്ടത്. നാവാണോ പതിഞ്ഞത്, തീയാണോ പതിഞ്ഞത്? നാവാണ് പതിഞ്ഞത്. നാവിന് തീയുടെ നിറവുമില്ല. ആ പിളർന്ന തീനാളങ്ങളുടെ ഷെയ്പ്പായിരുന്നു, രൂപമായിരുന്നു അവരുടെ മേൽ പതിഞ്ഞ നാവിന് എന്നാണ് ആ പാസേജിന്റെ അർത്ഥം. അതുകൊണ്ട് അപ്പോസ്തലർ 2-ാം അധ്യായത്തിനകത്ത് അങ്ങനെ ആ വലിയ മുഴക്കവും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളും ഒക്കെ അവരുടെ മേൽ പതിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന്റെ പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. അവരുടെ നേതാവ് യേശു കർത്താവ് മരിച്ചിരുന്നു. അവര് വളരെ ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റിട്ടും അവരുടെ ആ ചഞ്ചലപ്പൊന്നും മാറിയില്ല. അവര് മാളിക മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ദേവാലയത്തിനടുത്ത മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുന്നു. അവരെ ധൈര്യപ്പെടുത്താനായിട്ട് ആത്മാവിന്റെ ആഗമനം, ഇനാഗുരേഷൻ നടന്നിടത്താണ് ആ നിലയിലുള്ള ദൈവപ്രവൃത്തിയുടെ മറ്റ് പ്രകടമായ തെളിവുകൾ കണ്ടത്. പിന്നീട് ഒരിടത്തും നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല. അന്ന് അവരെ ബലപ്പെടുത്തി ശുശ്രൂഷയ്ക്കാക്കുക എന്നത്, അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തമ്പുരാൻ ചെയ്തതാണത്. ഞാന് എൻ്റെ കേൾവിക്കാർക്ക് ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും തീയായിട്ട് സാദൃശ്യപ്പെടുത്തിയേക്കുന്ന എന്തിനെയാണെന്നറിയാമോ? ദൈവവചനത്തെയാണ്. അത് നേരിട്ട് വാക്യമുണ്ട്. നമുക്കറിയാവുന്ന ഒരു വാക്യം ഞാനങ്ങ് പറയാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യം അറിയാവുന്ന വാക്യ. ആ വാക്യം ഇങ്ങനാണ്: ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. നോക്കിയേ, നേരിട്ട് പറഞ്ഞേക്കുക, തീ പോലെ. ദൈവവചനത്തെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അതുവരെ നമുക്ക് ദൈവവചനം കൊണ്ടുവരാം. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് തിരുവെഴുത്തുകളെ വിവരിച്ചു കൊടുത്തപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24:32 നമ്മൾ വായിക്കുന്നത് അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ്. അന്നേരം നോക്കൂ, ഹോളി സ്പിരിറ്റിനെ അല്ല തീയായിട്ട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തെയാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്നിടത്താണ് പാപത്തിന്റെ കയറുകളൊക്കെ കത്തി മാറുന്നത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നിടത്താണ് പിശാചിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്. ദൈവവചനത്തെയാണ് സ്ത്രീയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഫയർ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? ദൈവവചനം പ്രസംഗിക്കുന്ന യോഗമാണ് ഫയർ കോൺഫറൻസ്. എന്നോട് പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചറിയിച്ചാൽ മതി. ഇത് പറയാൻ ഞാൻ നിർബന്ധിതനായതാണ്, ഒരിക്കലും ഓർത്തതല്ല. ഇങ്ങനെ പറയണമെന്ന് ഞാൻ ഓർത്തല്ല. കാര്യം, ഞാൻ ഓരോ സന്ദേശം പബ്ലിക്കിൽ പറയുമ്പോൾ സ്നേഹിതര് കൂടുകയല്ല, പിണങ്ങുന്നവര് കൂടുകയാണ്. എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒന്ന് റീകളക്ട് ചെയ്യാമോ? മുഴുവൻ ഒരേ കാര്യം, 2 കാലത്ത് നടക്കേണ്ട കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. പല തെളിവുണ്ട്. നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പ് ഇത് തമ്മിലുണ്ട്. യേശു എടുത്തു പറഞ്ഞപ്പോൾ തന്റെ ശുശ്രൂഷയുടെ കാര്യം പറയുന്നിടത്ത്
പ്രതികാര ദിവസം പറയുന്നില്ല, കാര്യം അതിപ്പോ നടക്കുന്നല്ല. ആത്മസ്നാനവും അഗ്നി സ്നാനവും യോഹന്നാൻ പറഞ്ഞത് നമ്മുടെ കർത്താവ് എടുത്തു പറഞ്ഞപ്പം രണ്ടും പറഞ്ഞില്ല, ഒന്നേ പറഞ്ഞുള്ളൂ. ഒന്നേ നടന്നുള്ളൂ എന്നും പത്രോസ് തന്റെ സാക്ഷ്യത്തിലൂടെ ആദിയിൽ നമ്മുടെ മേ വന്ന പോലെ അവരുടെ മേലും വന്നപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം ഓർത്തു. ഏതാ? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഏറെ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർത്തു. അതുകൊണ്ട് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി. അഗ്നി പ്രത്യക്ഷമായില്ല, ജാല പ്രത്യക്ഷമായില്ല, പിളർന്നിരിക്കുന്ന ഷേപ്പിലുള്ള നാവ് പ്രത്യക്ഷമായി. കാറ്റവിടെ അടിച്ചില്ല, മുഴക്കമാണുണ്ടായത്. ഇതെല്ലാം അവരെ ധൈര്യപ്പെടുത്താൻ ആവശ്യമായിരുന്നു. അഗ്നി അഭിഷേകം ആണെങ്കിൽ, അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ നടന്നത് അഗ്നി അഭിഷേകമാണെങ്കിൽ അഭിഷേകം തളിക്കലോ ഒഴിക്കലോ ആണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ സ്നാനമാണ് നടന്നത്. അതുകൊണ്ട് അഗ്നി അഭിഷേകവുമായിട്ട് തിരുവെഴുത്തിന് ഒരു ബന്ധവുമില്ല. അന്നൊരു സ്നാനം രക്ഷിക്കപ്പെടാത്തവർക്ക് നടക്കും, അത് നിത്യ ശിക്ഷാവിധിയാണ്. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ഈ ഫലം കായ്ക്കാത്തതെല്ലാം തീയിലിട്ട് ചുട്ടുകളയും, പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അതുകൊണ്ട് ദൈവവചനമാണ് തീയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളത്തെ കത്തിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. കർത്താവിന് ഇഷ്ടമുള്ളതെല്ലാം ദൈവവചനത്താൽ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ